2001 ഇറങ്ങിയ 89 പടങ്ങളിലെ 57 പടങ്ങളും ബി ഗ്രേഡ് പടങ്ങളായിരുന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രി എത്രത്തോളം അധപ്പതിച്ചു എന്നായിരുന്നു അത് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രി. 1965 ഇറങ്ങി ഇന്റർ റിലീജിയൻ ലവ് സ്റ്റോറി ചർച്ച ചെയ്ത, കാനാസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് വാങ്ങിയ, ഷിക്കാഗോ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ചെമ്മീൻ ഒരു അത്ഭുതമായിരുന്നു. 1979 ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി മൂവി ലോക പ്രശസ്ത അമേരിക്കൻ സംവിധായകനായ മാർട്ടിൻ സോർസ്കി വരെ പ്രശംസിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പടങ്ങൾ ഇറങ്ങിയാലും തിയേറ്ററിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന പടങ്ങൾ അന്നില്ലായിരുന്നു. മലയാള സിനിമ പതിയെ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴായിരുന്നു മമ്മൂട്ടിയുടെ ഒരു സിനിമ പുതിയ തിയേറ്റർ കൾച്ചറിന് തുടക്കം കുറിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ആ സിനിമയാണ് ന്യൂഡൽഹി. 1985 മുതൽ 1995 വരെ മലയാളം സിനിമയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മമ്മൂട്ടിയും മോഹൻലാലും തിയേറ്ററിൽ തകർത്തഭിനയിച്ച സമയം. കിലുക്കം, കമലദളം, വിധേയൻ, ദേവാസുരം, മണിച്ചിത്രത്താഴ്, സ്ഫടികം, കമ്മീഷണർ, കിങ്, ഇതെല്ലാം അവയിൽ ചിലത് മാത്രം. ഒരുപിടി മികച്ച പടങ്ങൾ ഈ സമയത്ത് മലയാള സിനിമയ്ക്ക് ലഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണന്റെ പടമായ വിധേയനിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ഗോപകുമാറിന് പിന്നീട് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്കിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ച വാർത്ത നാഷണൽ ലെവലിൽ ശ്രദ്ധ പിടിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് പിന്നീട് ആ സിനിമയിൽ അഭിനയിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അതിന്റെ ആ അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇറ്റ് ഈസ് എ വേൾഡ് ലോസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകം നഷ്ടപ്പെട്ടതാണ്. ഒരുപാട് മികച്ച സിനിമകൾ ഈ സുവർണ്ണ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. കിലുക്കം, കമലദളം, വിധേയൻ, ദേവാസുരം, മണിച്ചിത്രത്താഴ് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ അവയോടൊപ്പം തന്നെ കോമഡി സിനിമകളും മലയാള സിനിമാ രംഗത്തേക്ക് പതിയെ കടന്നു വരാൻ തുടങ്ങി. മഴവിൽ കാവടി, റാംജി റാവു സ്പീക്കിംഗ്, തലയണ മന്ത്രം, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ എന്നീ പടങ്ങളുടെ വിജയം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചു. എന്നാൽ പതിയെ ട്രെൻഡുകൾ പൊളിയാൻ തുടങ്ങി. സിനിമ തിയേറ്ററിൽ വിജയിക്കാതെയായി. ഷക്കീല പടങ്ങൾ ഫിലിം ഇൻഡസ്ട്രി പിടിച്ചെടുക്കാൻ തുടങ്ങി. പയ്യെ കേരളത്തിലെ തിയേറ്ററുകൾ ബി ഗ്രേഡ് പടങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. 2001 ഇറങ്ങിയ 89 പടങ്ങളിൽ 57 പടങ്ങളും ബി ഗ്രേഡ് പടങ്ങളായിരുന്നു. മലയാള സിനിമയുടെ നല്ല കാലം കഴിഞ്ഞു എന്നെല്ലാവരും പറഞ്ഞു. അപ്പോഴും CID മൂസയും മീശമാധവനും ഒക്കെ പോലെ ചില പടങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാലും അവയ്ക്കൊന്നും വിപ്ലവകരമായ മാറ്റങ്ങൾ തിയേറ്ററിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. 2000 മുതൽക്ക് 2010 വരെയുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന മലയാള സിനിമയുടെ മോശം കാലഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. Which happened in Kerala, where I used to predominantly keep shouting because I'm a great fan and I have trained in Malayalam cinema. എന്നാൽ പതിയെ മലയാള സിനിമ തിരിച്ചുവരവിന്റെ പാതയിലെത്താൻ തുടങ്ങി. മറ്റ് ഫിലിം ഇൻഡസ്ട്രികൾ വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. തമിഴിൽ രജനീകാന്തിന്റെ ശിവാജി 100 കോടി നേടിയപ്പോൾ നമ്മൾ 27 കോടി മുതൽ മുടക്കിൽ സൃഷ്ടിച്ച പഴശ്ശിരാജ് നേടിയത് 49 കോടി രൂപ മാത്രമാണ്. മറ്റ് ഫിലിം ഇൻഡസ്ട്രികൾ വലിയ മാറ്റങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി ബാഹുബലി പോലെ ഒരു വിസ്മയത്തിന് കാത്തിരിക്കുമ്പോൾ മലയാളത്തിനും ഒരു ബ്രേക്ക് ത്രൂ വേണമായിരുന്നു. അതായിരുന്നു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം. പതിയെ ഒഴിഞ്ഞ തിയേറ്ററുകൾ നിറയാൻ തുടങ്ങി. ടിക്കറ്റിനായി ആൾക്കാർ അടികൂട്ടാൻ തുടങ്ങി. ഒരു പക്ഷേ സെൻസർ കോപ്പി ലീക്കായില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയിൽ ആദ്യം 100 കോടി ആയേനെ പ്രേമം. പിന്നീട് പതിയെ പല പടങ്ങളും തിയേറ്ററുകൾ അടക്കി വാഴാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു 8ന്റെ പണിയുമായി ലോക്ക്ഡൗൺ വരുന്നത്. ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ അടച്ചിടലിലേക്ക് പോകുന്നു. പതിയെ പടങ്ങളെല്ലാവരും തിരിച്ച് പെട്ടിയിലാക്കാൻ തുടങ്ങി. എന്നാൽ ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ OTT പ്ലാറ്റ്ഫോമുകൾ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി നേടാൻ തുടങ്ങി. ലോക സിനിമകൾ മലയാളിയുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കാൻ തുടങ്ങി. പരീക്ഷണ ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളിൽ വരാൻ തുടങ്ങി. അത് ജനങ്ങൾ ഏറ്റെടുക്കാനും തുടങ്ങി. പഴയകാല സിനിമകളുടെ ഡയറക്ടർ ബ്രില്യൻസുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. മലയാളിയുടെ സിനിമ ആസ്വാദനം പതിയെ മാറി വരുന്നതിൻ്റെ സൂചനയായിരുന്നു അത്. അതോടൊപ്പം പണ്ട് തിയേറ്ററിൽ ഇറങ്ങിയിട്ടും വിജയിക്കാതെ പോയ പല പടങ്ങളും പതിയെ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി. വീണ്ടും മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന സിനിമകളായിരുന്നു ലോക്ക്ഡൌണിന് ശേഷം വന്നത്. ഒരുപിടി ഹിറ്റുകൾ. അയ്യപ്പനും കോശിയും, അജഗജാന്തരം, RDX, 2018 രോമാഞ്ചം മുതൽക്ക് ഇന്ന് പ്രേമലുവും ഭ്രമയുഗവും മഞ്ഞുവൽ ബോയ്സും കടന്ന് ആടുജീവിതവും ആവേശവും വരെയൊക്കെ എത്തി നിൽക്കുന്നു. അത് I think some wonderful work is being done now. വ്യത്യസ്ത ജേണറുകൾ, വ്യത്യസ്ത ഹിറ്റുകൾ. മറ്റു ഭാഷകളിലെ പ്രമുഖ നടന്മാർ 100-150 കോടി വരെ പ്രതിഫലമായി വാങ്ങുമ്പോൾ ഇവിടെ വാങ്ങുന്നത് 10 മുതൽ 20 കോടി രൂപ വരെയാണ്. കാരണം നമ്മളുടെ ഇൻഡസ്ട്രി ചെറുതാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ നമ്മൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് മറ്റു വൻകിട ഇൻഡസ്ട്രികളോടാണ്. എന്നാൽ അതുമായി നേരിട്ട് മത്സരിക്കാതെ
സ്വന്തമായൊരു സ്ഥാനം നേടിയെടുക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ചെയ്തിട്ടുള്ളത്. ഇന്ന് മലയാള സിനിമയിൽ അവർ നൽകുന്ന ക്വാളിറ്റിയുടെ വിശ്വാസത്തിൽ പ്രശസ്തമാണ്. പണക്കൊഴുപ്പ് കാണിക്കാതെ തന്നെ വ്യത്യസ്തമായ ജേണറുകളിൽ ഇത്രയും എൻ്റർടൈനിങ് ആയ സിനിമകൾ ഇറക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അഭിനേതാക്കളുടെ നിലവാരത്തിൻ്റെ കാര്യത്തിലും മലയാള സിനിമാ രംഗം മറ്റ് ഇൻഡസ്ട്രികളെക്കാൾ ഒരുപിടി മുകളിൽ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക്